കോഴിക്കോട് നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. ഓമശ്ശേരി സ്വദേശി ജംഷീറാണ് 42 കിലോയോളം കഞ്ചാവുമായി പിടിയിലായത്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജന, 42 കിലോ എന്ന് പറഞ്ഞാൽ വലിയ അളവാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന? അതേ വലിയ അളവിലാണ് ഇപ്പോൾ കഞ്ചാവ് നഗരത്തിൽ നിന്നും പിടികൂടിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. സമീപത്തൊന്നും ഇത്രയും അളവിലൊരു കഞ്ചാവ് വേട്ട കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ട്രാൻസ്ഫോം ചെയ്യത്തിന്റെ കഞ്ചാവ് വേട്ട തുടർച്ചയാണ് ഇയാളെ ജംഷീർ എന്ന ഓമശ്ശേരി സ്വദേശി കഞ്ചാവുമായി സംഘം പിടികൂടുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഒരു ഓപ്പറേഷൻ എന്നതാണ് ഏതായാലും സംഘം പറയുന്നത്. ഈ പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ ചാർജ് പിന്നാലെ നഗരത്തിലെ കഞ്ചാവ് കേസുകൾ അത് കുറയ്ക്കുന്നതിനായി ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടണം, നിരീക്ഷണം വേണമെന്നൊക്കെ സിറ്റി പോലീസ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ശക്തമായ നിരീക്ഷണം നടത്തി വരികയുമായിരുന്നു. അപ്പോൾ ഇത് സംശയമുള്ള ആളുകളെ അതോടൊപ്പം തന്നെ രഹസ്യ അടിസ്ഥാനത്തിലേക്ക് പരിശോധനകളൊക്കെ നടന്നു വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ ജംഷീർ ഡാൻസാപ്പിന്റെ പിടിയിലായിരുന്നത്. പുലർച്ചെ കോഴിക്കോട് മുണ്ടിക്കൽ താഴം പട്ടാളമുക്കിൽ വെച്ചാണ് ഇയാളെ ഡാൻസാപ്പ് സംഘം ചേവായൂർ പോലീസിന്റെ ഒപ്പം ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ പിടികൂടിയിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 42 കിലോ കഞ്ചാവുമാണ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ നേരത്തെയും ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ആളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നേരത്തെ കഞ്ചാവ് കേസിൽ പിടിയിലായി ജയിലിൽ കഴിയുകയായിരുന്നു. അതിനിടയിൽ ജാമ്യത്തിലിറങ്ങിയതാണ് ഇയാൾ. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നത്. ഈ കഞ്ചാവ് ഒറീസയിൽ നിന്നും വിൽപ്പനയ്ക്കായി ഇയാൾ കൊണ്ടുവന്നതാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചതെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ മുമ്പും കഞ്ചാവ് എത്തിച്ച് ഈ പ്രതി പിടിയിലായത്. അപ്പോൾ ഇയാൾക്ക് എവിടെ നിന്ന് കഞ്ചാവ് കിട്ടി എന്നുള്ളതും മറ്റും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് കേട്ട. ഓക്കെ, ഓമശ്ശേരി സ്വദേശി ജംഷീറിൽ നിന്നാണ് 42 കിലോ കഞ്ചാവ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് എത്തിച്ച കഞ്ചാവാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അഞ്ജന സുകുമാരൻ നൽകിയത്.